അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 356. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الصيام بعد رمضان شهر الله المحرم وأفضل الصلاة بعد الفريضة صلاة الليل. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അഫ്ളലുസ് സിയാമി ബഅദ റമളാന, റമളാനിനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അത് മുഹറം, അള്ളാഹുവിൻ്റെ മുഹറം മാസമാണ്. മുഹറം മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് ആണ്. റമദാനിലെ നോമ്പാണ് ഏറ്റവും പവിത്രതയും പുണ്യമുള്ളതുമെന്നും നമുക്കറിയാം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പ് ആണ്. മുഹറം 9, 10 വളരെ പുണ്യമുണ്ട്. 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അല്ല, മാസം മുഴുവനായും നോമ്പനുഷ്ഠിക്കാമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരമാണ്. അഥവാ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയിലെ നിസ്കാരമാണ്. ഈ 2 കാര്യങ്ങൾ, റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതെന്നും, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് രാത്രിയിലെ നിസ്കാരമാണെന്നും, ഈ 2 പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ നല്ല നിലക്ക് തുടങ്ങിയാൽ അത് പരിപൂർണ വിജയമായിരിക്കുമെന്ന സൂചനയാണ് ഈ ഹദീസിലൂടെ നൽകുന്നത്. അഥവാ ഒരു വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തോടുകൂടെയാണ്. ആ മുഹറം മാസത്തെ നന്മയുടെയും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗങ്ങളിലൂടെയും ചെലവഴിക്കുമ്പോൾ ഒരു വർഷം മുഴുവനായും നന്മയുടെ വിളനിലമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. സാധാരണഗതിയിൽ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു ചൊല്ല് പറയാറുണ്ട് ഇംഗ്ലീഷിൽ. നല്ല തുടക്കം തന്നെ പകുതി വിജയമാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതൊന്നിൻ്റെയും നല്ല തുടക്കം അത് പരിപൂർണ വിജയത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുമെന്നതാണ്. ഒരു പുതുവർഷം നമ്മിലേക്ക് എത്തുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ തുടങ്ങുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ നാം ചലിക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം അത് വളരെ സുന്ദരവും അള്ളാഹുവിന് തൃപ്തിയുള്ളതുമായി മാറാൻ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ മാസം നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുക. കഴിയുന്ന അത്രയും ദിവസങ്ങൾ, എല്ലാ ദിവസവും വേണമെന്നല്ല, പ്രധാനപ്പെട്ട മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പ് നാം ഒഴിവാക്കാതിരിക്കുന്നതോടൊപ്പം അതിനു മുമ്പുള്ള 8 ദിവസവും അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ, കഴിയുന്നത്ര ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ നാം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു വർഷം തുടങ്ങുമ്പോൾ നന്മയുടേതായി തുടങ്ങാൻ, നന്മകൾ കൊണ്ട് ആരംഭിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ചിന്ത നമുക്ക് വേണം. കഴിഞ്ഞ ഒരു വർഷം, ആ വർഷങ്ങളിൽ നാം ചെയ്ത നന്മയും തിന്മയും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന ഒരു ആത്മവിചാരണയ്ക്ക്, ഒരു ആത്മവിചിന്തനത്തിന് വേദിയാണ് പുതിയ വർഷാരംഭം. ജീവിക്കേണ്ടത് മുന്നോട്ടാണെങ്കിലും ജീവിതം പഠിക്കേണ്ടത് പിന്നോട്ട് നോക്കിയാണ് എന്ന് പറയുന്നത് പോലെ, കഴിഞ്ഞ കാലത്ത് നാം ചെയ്ത നന്മയും തിന്മയും കണക്കെടുപ്പ് നടത്തി പുതിയ വർഷങ്ങളിൽ, പുതിയ ജീവിതത്തിൽ അതിൻ്റെ അനുപാതം, അതിനെ താരതമ്യം ചെയ്ത് നന്മകൾ കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ നാം സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പുതിയ വർഷാരംഭത്തിൽ ചെയ്യാനുള്ളത്. നന്മകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ മുന്നോട്ടുള്ള
ജീവിതം സുന്ദരമാക്കുക, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടതാക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പുതിയ വർഷം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ അറബി കണക്ക് പ്രകാരം ഒരു വർഷം 354 355 ദിവസങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിസ്ഡം ഹദീസ് ക്ലാസ് അത് 356 കടക്കുമ്പോൾ പുതിയ വർഷത്തിലേക്ക് ആരംഭിക്കുകയാണ്. ഇത് യാദൃശ്ചികമാകാം, എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അറബി കണക്ക് പ്രകാരം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ആ കണക്ക് പ്രകാരം തന്നെ നമ്മുടെ വിസ്ഡം ഹദീസ് ക്ലാസ്സും ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. ഇതൊരു നല്ല തുടക്കമാകട്ടെ. അല്ലാഹു തആല നമുക്ക് വീണ്ടും വീണ്ടും ഇൽമുകൾ പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.